ഹായ് എവരിവൺ. എന്നെ അറിയുന്ന ഒരു 99 പേർക്കറിയാം. ഐ എം എ ക്ലിനിക്കൽ സൈക്കോളജി ഇന്റേൺ ഇൻ എ ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്റർ അഥവാ മെന്റൽ ഹോസ്പിറ്റൽ. ഈ മെന്റൽ ഹോസ്പിറ്റലിനെ പറ്റി പറയുന്ന സമയത്ത് പൊതുവെ എല്ലാവരുടെയും ധാരണ അവിടെ വരുന്ന ആളുകൾക്ക് മൊത്തം ഭ്രാന്താണെന്നും, അല്ലെങ്കിൽ അവിടെ വരുന്ന ആളുകളെ മുഴുവനും നമ്മൾ പിടിച്ചിട്ട് സെല്ലിലിടുന്നും, അവിടെ വരുന്ന ആളുകൾ മൊത്തം അക്രമാസക്തരാണ് എന്നൊക്കെയാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സാധാരണ ഒരു ഗവൺമെന്റ് ഹെൽത്ത് സെന്ററിൽ പോകുന്ന പോലെ തന്നെയാണ് ഒരു മെന്റൽ ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. പണ്ട് കാലത്തെ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു അല്ലേ, ആ നോട്ട്ബുക്കിലാണ് ഡോക്ടർ നിങ്ങൾക്കുള്ള മെഡിസിൻ എഴുതുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്നൊക്കെ എഴുതുന്നത്. ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ ഒരു ദിനചര്യയായിട്ട് വരുന്ന ഈ പ്രായമായ ആളുകൾക്കൊക്കെ ഈ ഷുഗർ, പ്രഷർ പോലത്തെ എപ്പോഴും ഉണ്ടാകുന്ന അസുഖങ്ങളുടെയൊക്കെ ട്രീറ്റ്മെന്റ്, അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ എപ്പോഴും ഉണ്ടാകുന്ന അസുഖങ്ങളുടെയൊക്കെ ട്രീറ്റ്മെന്റ്, അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ അതിലെഴുതണേ. അതേപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്കും ഒരു ബുക്ക് ഉണ്ടായിരിക്കും. ആ ബുക്കിനകത്താണ് അവരുടെ ഓരോ തവണ വരുമ്പോഴുള്ള അപ്ഡേഷൻസ് എഴുതുന്നത്. അതേപോലെ തന്നെ അവിടെ വരുന്ന എല്ലാ ആളുകൾക്കും ഭ്രാന്താണെന്നും അവിടെ വരുന്ന എല്ലാ ആളുകളെയും നമ്മൾ പിടിച്ച് സെല്ലിൽ ഇടുന്നുമില്ല. സാധാരണ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് അധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ കൈയിൻ്റെ എല്ല് പൊട്ടിയിട്ടുള്ള എല്ലാവരെയും ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യില്ല അല്ലേ. കുറച്ച് അധികം ബുദ്ധിമുട്ടുള്ള ആളുകളെ അഡ്മിറ്റ് ചെയ്യും, ബാക്കിയുള്ള ആളുകളെ വീട്ടിലേക്ക് പറഞ്ഞു വിടും. ഒരാഴ്ച കഴിഞ്ഞ് വരാൻ, 2 ആഴ്ച കഴിഞ്ഞ് വരാനൊക്കെ പറയും. അതേപോലെ തന്നെയാണ് ഒരു മെന്റൽ ഹെൽത്ത് സെന്ററിലും. കണ്ടീഷൻ കുറച്ച് സിവിയർ ആണ്, അല്ലാതെ എന്തെങ്കിലും സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ ഉണ്ട്, അറ്റംപ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു 1 ആഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ അങ്ങനെ ആ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അഡ്മിറ്റ് കൊടുക്കുന്നത്. ശരിയാണ്, ചില സമയങ്ങളിൽ അവരുടെ അസുഖത്തിന്റെ സിവിയോറിറ്റി അനുസരിച്ച് ചിലപ്പോൾ അവർ അക്രമാസക്തരാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചു എന്ന് വരാം. സാധാരണ അസുഖങ്ങൾക്കും ഓർമ്മ നഷ്ടപ്പെടുന്ന, അല്ലാന്നുണ്ടെങ്കിൽ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെയാണ് ഒരു മെന്റൽ ഹെൽത്ത് സെന്റർ എന്ന് പറയുന്നത്. ഈ ആളുകൾക്ക് ജയിൽ കണ്ടിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ പോലീസ് ഓഫീസ്, കോടതിയൊക്കെ പോലെ കാണുന്നൊക്കെ, അതൊന്നും നമുക്ക് അങ്ങനെ എപ്പോഴും കാണാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പോകുന്ന ഒരു സ്പേസ് അല്ല. അതേപോലെ തന്നെയാണ് ഒരു മെന്റൽ ഹെൽത്ത് സെന്ററിന് പലരും കാണുന്നത്. മാനസികമായിട്ട് പ്രശ്നങ്ങൾ വരുന്ന ആളുകളെ വരുന്നു എന്നുള്ളതാണ് കാര്യം. ഓരോ ഡോക്ടേഴ്സിനെ സ്പെഷ്യലൈസ് ചെയ്യുന്ന പോലെ സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും, സൈക്കോളജിസ്റ്റ് ഉണ്ടായിരിക്കും, MSW കാരുണ്ടായിരിക്കും, നഴ്സുമാരുണ്ടായിരിക്കും. ഇങ്ങനെ ആണ് അതിന്റെ ഒരു സിസ്റ്റം വരുന്നത്.